ഈ ആഴ്ചത്തെ ഗൾഫിലെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. എൻ്റെ കൂടെയുള്ളത് ഹുസ്ന റസാഖാണ്. ഹുസ്ന, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഗൾഫിൽ ഇപ്പോൾ നമുക്ക് യു എയിലെ കാര്യം പറയാം, നല്ല ചൂടാണ്. ഗൾഫിൽ എല്ലായിടത്തും ചൂടാണ് ആണ്. പക്ഷെ നമ്മുടെ അനുഭവം പറയണമല്ലോ. സമ്മർ വെക്കേഷനാണ്, എല്ലാവരും നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചൂടെന്ന് വെച്ചാൽ അതികഠിനമായ ചൂടെന്ന് തന്നെ പറയാം. ഇപ്പോൾ വൈകിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ പോലും 40 ഡിഗ്രി ആയിരുന്നു. യെസ്, വൈകിട്ട് 6 മണിക്ക്. വെക്കേഷൻ സീസണാണ്, എല്ലാവരും നാട്ടിൽ പോകുന്ന സമയമാണ്. പതിവ് പോലെ ഇക്കുറിയും ഈ അതികഠിനമായ ചൂട് പോലെ തന്നെ അതികഠിനമാണ്. ടിക്കറ്റിന്റെ നിരക്കും താങ്ങാവുന്നതിലപ്പുറമാണ്. മടുത്തു. എല്ലാ വർഷവും ഇത് നമ്മളിങ്ങനെ പറഞ്ഞിപ്പോൾ കേൾക്കുന്നവർക്കും അത് പറഞ്ഞു തേഞ്ഞ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതിലൊരു വ്യത്യാസമുള്ളത്, നമ്മളൊരു നല്ല വാർത്തയും ഇതിൻ്റെ ഒപ്പം കേട്ടു എന്നുള്ളതാണ്. എയർ കേരള വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ NOC കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു ശുഭപ്രതീക്ഷ പ്രവാസികൾക്ക് നൽകുന്ന ഒരു വാർത്തയാണ്. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാന വാർത്തയും അത് തന്നെയാണ്. അപ്പം എയർ കേരള എനിക്ക് തോന്നുന്നത് 2025 ആദ്യ മാസത്തോട് ഒരു 3 മാസത്തിനുള്ളിൽ 4 മാസത്തിനുള്ളിലൊക്കെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനെതിരായിട്ടും കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട് തോന്നുന്നു. പല വിദഗ്ധരുടെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിലെ ഡൊമൈൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പോലും പല വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റീജിയണൽ എയർലൈൻസിൻ്റെ ഫ്യൂച്ചർ എത്രത്തോളം പോയി, അത് എത്ര നാൾ സർവീസ് നടത്തി എന്നുള്ള ചരിത്രത്തിലെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പല വിദഗ്ധരും ഇത് അധിക നാൾ മുന്നോട്ട് പോകില്ല എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ അതിനൊക്കെ തള്ളിക്കളഞ്ഞാൽ പ്രവാസികൾക്ക് ഉപകാരമാവുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. യെസ്, പിന്നെ ആ ഒരു പേര് തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എയർ കേരള എന്ന് പറയുമ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം പ്രവാസികളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ സൗത്ത് ഇന്ത്യൻസിനെ പോലും അത് പ്രതിനിധീകരിക്കുന്നില്ലല്ലോ, മലയാളീസിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതും. മലയാളികളാണ്. പക്ഷെ ഒരു എയർലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു എയർലൈൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിനും യെസ് ആ ഒരു കോൺട്രവേഴ്സിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആളുകൾ അതിൻ്റെ ഒരു പേരുമായി ബന്ധപ്പെട്ടിട്ട്. എന്തായാലും പ്രവാസികൾക്ക് ഉപകാരമുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. അതായത് പ്രവാസികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലൊക്കെ നാട്ടിലേക്ക് പോകാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കപ്പൽ സർവീസ് കുറേ നാളുകളായിട്ട് കേൾക്കുന്നതാണ്. ഈ വിമാന നിരക്കുമായി ബന്ധപ്പെട്ട് എപ്പോൾ വാർത്ത വരുന്നോ അപ്പോഴൊക്കെ വരുന്നതാണ് കപ്പൽ സർവീസ് ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അതിനകത്ത് പിന്നെ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ അഭിപ്രായം അല്ലെങ്കിലും മറ്റൊരു ആരോപണം കൂടി ഈ എയർ കേരള വന്നപ്പോൾ ഉണ്ടായത് കപ്പലിനെ കപ്പൽ സർവീസിനെ ഉന്നം വെക്കുന്ന രീതിയിലാണ്, അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ആരോപണം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ എയർ കേരള വന്നതുകൊണ്ട് കപ്പൽ സർവീസിനെ ബാധിക്കും, ഒന്നിന് തടസ്സമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം പ്രവാസികൾ ഇവിടെ ഉണ്ട്. ഒരു എയർ കേരള വന്നാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അതൊരു കപ്പൽ സർവീസിനെ ബാധിക്കുന്ന രീതിയിൽ, കാരണം ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ സ്ട്രെങ്ത് എത്രത്തോളമാണ് പ്രവാസികളുടെ. ഇവിടുന്ന് പോകുന്ന എല്ലാ ഫ്ലൈറ്റുകളും ഫുള്ളാണ്. എപ്പോഴായാലും നമ്മൾ എത്ര ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളതും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എയർ കേരള വരുന്നത് ഒരു കപ്പൽ സർവീസിനെ ബാധിക്കും എന്ന രീതിയിലുള്ള അതെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല കപ്പൽ സർവീസിനാണെങ്കിൽ ഒരുപാട് സമയമെടുത്ത് ഒരു മാസം നാട്ടിൽ യാത്ര എൻജോയ് ചെയ്യുന്നവർക്കായിരിക്കും കപ്പൽ സർവീസ് സാധിക്കുള്ളൂ. കാരണം അത്രയും സമയം നമുക്കറിയാം പ്രവാസികൾ നാട്ടിൽ പോകുന്നത് ഇവിടുന്ന് ഷെഡ്യൂൾ ചെയ്യുമല്ലോ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. വർഷത്തിലെ 30 ദിവസത്തെ ലീവിന് പോകുമ്പോൾ 4-8 ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ 22 ദിവസം. അതുകൊണ്ട് തന്നെ ആ യാത്ര എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നവരായിരിക്കണം ഒരു പക്ഷേ കപ്പൽ സർവീസിനെ ആശ്രയിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു എമർജൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എയർലൈനെ ആശ്രയിച്ചേ പറ്റൂ. ഏതായാലും പ്രവാസികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടായാലും അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. അത് കപ്പലാവട്ടെ വിമാനമാകട്ടെ ഏതായാലും പ്രവാസികൾക്ക് എന്താണോ ഗുണകരമായിട്ടുള്ളത് അത് വരും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഓക്കെ.